ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് തഖിയുദ്ദീൻ വാഹിദ് എന്ന മലയാളി വ്യവസായിയുടെ സ്വപ്നവും അതിൻ്റെ ദാരുണമായ അന്ത്യവും ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഒരു മായാത്ത ഓർമ്മയായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. 1991 1991 ഇന്ത്യൻ സർക്കാർ വ്യോമയാന മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് വിമാന സർവീസുകൾ നടത്താൻ അനുമതി ലഭിച്ചു. ഈ അവസരം മുതലെടുക്കാൻ നിരവധി വൻകിട വ്യവസായികളും കോർപ്പറേറ്റുകളും മുന്നോട്ട് വന്നു. എന്നാൽ അവരെയെല്ലാം അതിശയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം വർക്കലയിലെ ഓടയം സ്വദേശിയായ തഖിയുദ്ദീൻ അബ്ദുൾ വാഹിദ് എന്ന സാധാരണക്കാരനായ മലയാളി വ്യവസായി ഈ രംഗത്തേക്ക് കടന്നു വന്നു. ഗൾഫ് രാജ്യങ്ങളുമായി ദീർഘകാലത്തെ ബിസിനസ് ബന്ധങ്ങളുണ്ടായിരുന്നു തഖിയുദ്ദീൻ. തൻ്റെ സഹോദരങ്ങളുമായി ചേർന്നിട്ട് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന സ്വപ്നത്തിന് അദ്ദേഹം രൂപം നൽകി. വെറും 35 കോടി രൂപ മുതൽ മുടക്കിൽ ആരംഭിച്ച ഈ സംരംഭം 1992 ഫെബ്രുവരി 28 ചരിത്രം കുറിച്ചു. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ബോയിങ് 737 വിമാനം പറത്തിക്കൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾ സ്വകാര്യ വിമാന കമ്പനിയായിട്ട് മാറി. ഫ്ലൈറ്റ് നമ്പർ 4S786 രാവിലെ 5:20 മുംബൈയിൽ നിന്ന് പുറപ്പെട്ട് 7:10 കൊച്ചിയിലെത്തി. ഇത് ഗൾഫ് മലയാളികൾക്കും മുംബൈ മലയാളികൾക്കും ഒരു പുത്തൻ അനുഭവമായിരുന്നു. ആകാശത്തിലെ ആധിപത്യം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അതിവേഗം വളർന്നു. തഖിയുദ്ദീൻ വാഹിദിൻ്റെ നേതൃത്വത്തിൽ കമ്പനി കൂടുതൽ വിമാനങ്ങൾ വാടകയ്ക്കെടുക്കുകയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഡൽഹി, ചെന്നൈ, വിശാഖപട്ടണം, ബാംഗ്ലൂർ തുടങ്ങി നഗരങ്ങളിലേക്കൊക്കെ ഈസ്റ്റ് വെസ്റ്റ് സർവീസുകൾ നടത്തി. 1986 തന്നെ എയർ ഇന്ത്യയുടെയും ഗൾഫ് എയറിൻ്റെയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായി ഈസ്റ്റ് വെസ്റ്റ് മാറിയിരുന്നു. ഇത് അവരുടെ ബിസിനസ് വൈദഗ്ധ്യത്തിന് തെളിവാണ്. തഖിയുദ്ദീൻ വാഹിദ് ഒരു സാധാരണ CEO ആയിരുന്നില്ല. അദ്ദേഹം യാത്രക്കാരുമായി നേരിട്ട് സംവദിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മദർ തെരേസ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട യാത്രക്കാരിയായിരുന്നു. അവർക്ക് ഈസ്റ്റ് വെസ്റ്റിലെ എല്ലാ വിമാനങ്ങളിലും സൗജന്യ ടിക്കറ്റ് അനുവദിച്ചിരുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും പലപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് വിമാനങ്ങളിൽ തഖിയുദ്ദീൻ്റെ അതിഥികളായിരുന്നു. ഉപഭോക്തൃ സംതൃപ്തിക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം കമ്പനിയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ടാറ്റയെയും ബിർളയെയും പോലുള്ള വൻകിട കമ്പനികൾ ലൈസൻസിനായി മത്സരിച്ചപ്പോൾ അവരെയൊക്കെ മറികടന്ന് ആദ്യം സർവീസ് ആരംഭിക്കാൻ ഈസ്റ്റ് വെസ്റ്റിന് കഴിഞ്ഞു. അതേ കാലഘട്ടത്തിലാണ് നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എയർവേസും രംഗപ്രവേശനം ചെയ്യുന്നത്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു പുതിയ മത്സരത്തിന് തിരികൊളുത്തി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസ്സുകാരൻ്റെ തകർച്ചയെ പറ്റിയാണ്. ഒരു സ്വപ്നത്തിൻ്റെ ചിറക് അരിയപ്പെടുകയാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ വളർച്ചയും വിജയവും ഇന്ത്യൻ ബിസിനസ് ലോകത്ത് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ വിജയഗാഥയ്ക്ക് ഒരു ദാരുണമായി അന്ത്യം കുറിക്കപ്പെട്ടു. 1995 നവംബർ 13 തഖിയുദ്ദീൻ അബ്ദുൾ വാഹിദ് മുംബൈയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. അധോലോക സംഘങ്ങളുടെ കുടിപ്പകയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ട്. തഖിയുദ്ദീൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം അത് അവഗണിച്ചതായി പറയപ്പെടുന്നുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ യാത്ര ചെയ്തിരുന്നിട്ടും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. തഖിയുദ്ദീൻ്റെ മരണം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന് വലിയ തിരിച്ചടിയായി. കമ്പനിയുടെ ബിസിനസ് ബ്രെയിൻ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അഭാവം സ്ഥാപനത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്ധന കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശികയും മറ്റ് നിയമപരമായ പ്രശ്നങ്ങളും ഈസ്റ്റ് വെസ്റ്റിനെ തളർത്തി. 1995 നവംബർ 14 തഖിയുദ്ദീൻ വാഹിദിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഒരു പ്രത്യേക സർവീസ് നടത്തി. ഒരാൾക്ക് വേണ്ടി മാത്രം പറന്ന ആ വിമാനം ആ കമ്പനിയുടെ അന്ത്യയാത്രയ്ക്ക് പ്രതീകമായി. ഒടുവിൽ 1997 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ട ഈ കമ്പനി
അതിൻ്റെ സ്ഥാപകൻ്റെ ദാരുണമായ മരണത്തോടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ കഥ ഇന്ത്യൻ വ്യവസായ ലോകത്തിന് പല പാഠങ്ങളും നൽകുന്നുണ്ട്. ഒരു മികച്ച ടീമിൻ്റെ പ്രാധാന്യം, സുരക്ഷാ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്ന പാഠം, ശക്തമായ നേതൃത്വത്തിൻ്റെ അഭാവം, ഒരു കമ്പനിയെ എങ്ങനെ തകർക്കാമെന്നതിൻ്റെ ഉദാഹരണം എന്നിവയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തഖിയുദ്ദീൻ വാഹിദ് എന്ന മലയാളി വ്യവസായിയുടെ സ്വപ്നവും അതിൻ്റെ ദാരുണമായ അന്ത്യവും ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഒരു മായാത്ത ഓർമ്മയായി ഇന്നും നിലനിൽക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.